എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് കാലമായിട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണലി കുറച്ച് തിരക്കിലായിപ്പോയി. അതിനിടയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ബില്ല് ചെയ്യാനുള്ള ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഏത് കോളേജിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് പുള്ള് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കോളേജിൽ നാക്ക് വിസിറ്റൊക്കെ നടക്കുമ്പോൾ അവർ ലാസ്റ്റ് 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ റിസൾട്ട്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഡാറ്റ പുള്ള് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പഠിച്ച കോളേജ് നിർമ്മല കോളേജ് മോറ്റോരിക്ക് ഓൾറെഡി ഇത് സബ്മിറ്റ് ചെയ്ത് അവരിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് കോളേജിൻ്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഏത് കോളേജിൻ്റെയും റിസൾട്ട്സ് നമുക്കിങ്ങനെ എടുക്കാം. ഇത് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പൈത്തൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് കമ്പ്യൂട്ടർ വിഷൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ വെബ്സൈറ്റിൽ ക്യാപ്ച എൻട്രിയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണിത്. അപ്പോൾ നിങ്ങളുടെ കോളേജിന് ഇതുപോലുള്ളൊരു റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അത് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ്റെ ഡെമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കുറച്ച് സാമ്പിൾ രജിസ്റ്റർ നമ്പറും കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന സ്ക്രീന് ക്യാപ്ച സ്ക്രീനാണ്. അപ്പോൾ ഈ ക്യാപ്ച എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത മെയിൻ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്കുള്ള എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ക്യാപ്ച കോപ്പി ചെയ്യുക. ക്യാപ്ച കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാമിനേഷൻ്റെ മെയിൻ പേജിലേക്കുള്ള എൻട്രി ഉണ്ടാവും. അതിനുശേഷം ഒരു എക്സാമിനേഷൻ സെലക്ട് ചെയ്യാനൊരു ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട എക്സാമിനേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്ന 2022 റിസൾട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ PR-നാണ് നമ്മൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊരു സാമ്പിൾ രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതിന് ഗെറ്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് അവൈലബിൾ ആയിട്ടുള്ള അതെല്ലാം കിട്ടും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്തൊക്കെ റിസൾട്ട് ഉണ്ടോ ആ റിസൾട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എക്സലിലേക്ക് പോപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഒരു പോർട്ടബിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി ഒരു ഫോൾഡറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു ടൈം എടുക്കും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ റാം പെർഫോമൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പെർഫോമൻസ് കൂടുതലാണോ കുറവാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂസർ ID പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ഓൾറെഡി എംബഡ് ചെയ്തിരിക്കുന്ന കുറച്ച് യൂസേഴ്സിന് മാത്രമാണ് ഇതിൽ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുത്തതിന് ശേഷം യൂസർ നെയിം നമ്മൾ ഹൈഡ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു പോർട്ടബിൾ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് യൂസർ നെയിം ഹൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഈ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആക്ഷനും ഇവിടെ സംഭവിക്കില്ല. അതേസമയം നമ്മൾ കറക്റ്റായിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമും കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്ക്രീനിലേക്കുള്ള എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാസ്വേഡും യൂസർ നെയിമും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് കിട്ടുന്നത് മെയിൻ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ക്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അത് നമുക്കിവിടെ ആപ്ലിക്കേഷൻ്റെ ഒരു ടെർമിനലുണ്ട്. ആ ടെർമിനലിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇതെങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ബട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻപുട്ട് ഫയൽ സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്.
പിന്നെ ഔട്ട്പുട്ട് ഫോൾഡർ സെലക്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഈ റിസൾട്ട് എല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഔട്ട്പുട്ട് ഫോൾഡർ സെലക്ട് ചെയ്യണേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. ഈ വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് MG യൂണിവേഴ്സിറ്റി തന്നെ പുതിയ സൈറ്റിലും പഴയ സൈറ്റിലും റിസൾട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പഴയ സൈറ്റിൽ നിന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്താൽ മതി. പിന്നെ താഴെയുള്ള ഡ്രോപ്പ് ഡൗൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഡ്രോപ്പ് ഡൗണിലൊന്നും അവൈലബിൾ ആവില്ല. നമ്മൾ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെമസ്റ്റർ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പോപ്പുലേറ്റ് ചെയ്ത് വരും. പിന്നെ അടുത്തതായിട്ട് നമ്മളിത് ക്രോം ബ്രൗസറുമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്രോമിൻ്റെ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ സാമ്പിൾ റെക്കോർഡ്സിനാണോ ഫുൾ റെക്കോർഡ്സിനാണോ റൺ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഫുൾ റെക്കോർഡ്സാണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഫയലിൽ ഉള്ള എല്ലാ രജിസ്റ്റർ നമ്പറിനും ഇത് റൺ ചെയ്യും. അതേസമയം സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ടുള്ളൊരു 10 രജിസ്റ്റർ നമ്പറിനായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഗെറ്റ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇൻപുട്ട് ഫയലിലുള്ള എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് വെബ്സൈറ്റ് അഡ്രസ്സാണ്. അപ്പോൾ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ ആദ്യം കണ്ട അതേ വെബ്സൈറ്റ് അഡ്രസ്സ് തന്നെ കോപ്പി ചെയ്യുക. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. വെബ്സൈറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്രോം ഡ്രൈവർ ഫയലാണ്. അപ്പോൾ ക്രോം ഡ്രൈവർ ഫയൽ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്രൗസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്രോം ഡ്രൈവർ എവിടെയാണോ സെലക്ട് കിടക്കുന്ന ആ പർട്ടിക്കുലർ ഡ്രൈവർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ ഫയൽ സെലക്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവർ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് എക്സാമിനേഷൻ ആണെന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ടു ഗെറ്റ് സെമസ്റ്റർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യൂസറിനൊരു ഇൻഫർമേഷൻ അലേർട്ട് ചെയ്യും. മേക്ക് ഷുവർ ടു സെലക്ട് ദ ക്രോം ഡ്രൈവർ ബിഫോർ എക്സിക്യൂട്ട് ദിസ്. അതായത് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു അലോ ആക്സ് കൊടുക്കുക. അലോ ആക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം പുള്ളി ചെയ്തുകൊണ്ട് വരും. പിന്നെ ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം ആ വെബ്സൈറ്റ് കണ്ട എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡ്രോപ്പ് ഡൗൺ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് എക്സാമിനേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ എക്സാമിനേഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പിൾസിനാണോ ഫുൾ റെക്കോർഡ്സിനാണോ റൺ ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ അത് ഇപ്പം ഞാൻ ഡെമോ കാണിക്കുന്നതുകൊണ്ട് സാമ്പിൾസിനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ഫയൽ സെലക്ട് ചെയ്യുക. ഇൻപുട്ട് ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഫോൾഡറിൽ അത് രജിസ്റ്റർ നമ്പർ എക്സൽ ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ കൊടുക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ട് ഫയൽ ഏത് ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ ഫയൽ എത്രയാണെന്നുള്ളത്. കാരണം അത് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് റാൻഡമായിട്ട് 5 സെലക്ട് ചെയ്തത്. അതേസമയം ഞാൻ സാമ്പിൾസ് മാറ്റി ഫുൾ റെക്കോർഡ്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇൻപുട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫയലിലുള്ള എല്ലാ രജിസ്റ്റർ നമ്പറും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ നമുക്ക് കാണാൻ പറ്റും 394 നമ്പറുണ്ട്. പക്ഷെ നമ്മൾ സാമ്പിൾസിന് റൺ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 രജിസ്റ്റർ നമ്പറാണ് ഇത് ഓടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്തത് ഔട്ട്പുട്ട് ഫോൾഡറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഈ റിസൾട്ട്സ് എല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ജസ്റ്റ് ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ പർട്ടിക്കുലർ സ്റ്റേജിൽ ഓരോ സെക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ടെർമിനലിൽ അതിൻ്റെ ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ലാസ്റ്റ് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഗെറ്റ് ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ഇത് ഓരോ സ്റ്റേജായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെബിലെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റ് പല സമയത്തും അപ്പും ഡൗണും ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ വെബിൽ നിന്ന് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് നെറ്റ് കണക്ഷൻ കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതേസമയം ഇടയ്ക്ക് വെച്ച് റിസൾട്ട് നെറ്റ് കട്ടായി പോവുകയാണെങ്കിൽ
ചിലപ്പോൾ അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നെറ്റിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നെറ്റിലെ ആക്ടിവിറ്റി ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ സെറ്റ് ഔട്ട്പുട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പല സ്റ്റേജായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ 6 കാണും. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ബാർ നമുക്കിവിടെ കാണാം. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇറ്ററേഷനും എത്ര സെക്കൻഡാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറ്ററേഷൻ 3.48 സെക്കൻഡ് ഉണ്ട്. അതായത് ഒരു രജിസ്റ്റർ നമ്പറിന് 3.48 സെക്കൻഡിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് സെറ്റ് ഔട്ട്പുട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇറ്ററേഷൻ എടുത്തിരിക്കുന്നത് 9.82 സെക്കൻഡാണ്. സെക്കൻഡ് ഇറ്ററേഷൻ സെക്കൻഡ് സെറ്റിൽ 6.69 സെക്കൻഡ്സാണ് ഓരോ ഇറ്ററേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ചില പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇത് ഫാസ്റ്റും സ്ലോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഔട്ട്പുട്ടും 4th സെറ്റ് ഓഫ് ഔട്ട്പുട്ടും നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അതേസമയം ബാക്കിയുള്ളത് നമുക്ക് എടുക്കാനായിട്ട് ഇച്ചിരി ഒരു കമ്പാരിറ്റീവ്ലി സമയം കൂടുതലാണ്. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാണിംഗ് അല്ല, ഒരു ഇൻഫർമേഷൻ മെസ്സേജ് കാണിക്കും. യുവർ പ്രോസസ് ഗോട്ട് കംപ്ലീറ്റഡ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് അവൈലബിൾ ഇൻ ഔട്ട്പുട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ അതായത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിസൾട്ട് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് ടു എക്സൽ കൊടുക്കുക. എക്സ്പോർട്ട് ടു എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഔട്ട്പുട്ട് ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു എക്സൽ ഫയലിലേക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഔട്ട്പുട്ട് ഡേറ്റ് ആൻഡ് ടൈം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഏത് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ എടുക്കുന്നതെന്നും ഈ ഫയൽ നെയിമിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഏത് എക്സാമിനേഷനാണ് സെക്കൻഡ് സെറ്റിൽ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് ഡീറ്റെയിൽസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഫെയിൽ ആയിട്ടുണ്ട് ഏതോ റിസൾട്ടിന്. തേർഡ് സ്റ്റേജിൽ നമ്മൾ SCPA എന്ന് പറഞ്ഞാൽ അവരുടെ സ്കോറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫുൾ സെമസ്റ്റർ ഡീറ്റെയിൽസ്, ഏതൊക്കെ സെമസ്റ്റർ അവർ അറ്റൻഡ് ചെയ്ത് അത്രയും ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ 5th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ മാർക്കാണ്. 6th സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ കോഴ്സിനും കിട്ടിയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ നമ്മൾ നാക്കിൻ്റെ ഒരു വിസിറ്റ് വരുമ്പോൾ, അതായത് കോളേജിൽ നാക്ക് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരോട് കഴിഞ്ഞ 3 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ റിസൾട്ട്സ് കാണിക്കാൻ പറയുക. ആ ടൈമിൽ നമുക്ക് റിസൾട്ട് എടുക്കാനായിട്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു ടൂളാണ്. ഇത് ഞാൻ നിർമ്മല കോളേജിന് നമ്മൾ പഠിച്ച കോളേജാണ്. അവിടെ ഓൾറെഡി ഇത് സബ്മിറ്റ് ചെയ്ത് അവരിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വേറെ ഏതെങ്കിലും കോളേജിന് വേണമെങ്കിലും നമുക്ക് ഈ റിസൾട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പുതിയ സൈറ്റിൻ്റെ ഡീറ്റെയിൽ മാറ്റി ഇപ്പോൾ പഴയ സൈറ്റിൽ നിന്നാണ് റിസൾട്ട് വേണ്ടതെങ്കിൽ നമ്മൾ നേരെ വെബ്സൈറ്റ് അഡ്രസ്സിൽ പഴയ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പഴയ അഡ്രസ്സിലുള്ള ഏതൊക്കെ സെമസ്റ്റർ ഡീറ്റെയിൽസ് ആണോ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ പഴയ സൈറ്റിൻ്റെ അഡ്രസ്സാണ്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെബ്സൈറ്റ് അഡ്രസ്സിൽ കൊടുക്കുക. ഇനി നമ്മൾ ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് സെമസ്റ്റർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ സൈറ്റിൽ ഏതൊക്കെ സെമസ്റ്ററിൻ്റെ റിസൾട്ട്സ് ആണോ ആ റിസൾട്ട്സ് എല്ലാം നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സൈറ്റിലുള്ള എല്ലാ റിസൾട്ടിൻ്റെയും ഡീറ്റെയിൽസ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇനിയിപ്പോൾ നമുക്ക് പഴയ സെമസ്റ്ററിൻ്റെ ഏതെങ്കിലും റിസൾട്ട് വേണമെങ്കിൽ ആ പർട്ടിക്കുലർ സെമസ്റ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻപുട്ട് ഫയൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സെമസ്റ്ററിനും ഓരോ പർട്ടിക്കുലർ രജിസ്റ്റർ നമ്പർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെതായ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സെമസ്റ്ററിൻ്റെ റിസൾട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ക്രോം ഡ്രൈവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് ക്രോം ഡ്രൈവർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രോം വേർഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈക്വലൻറ്റ് വേർഷൻ ആയിരിക്കണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിലിലോ
നമ്പറിലോ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും കോളേജിന് ഈ റിസൾട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് എടുത്തു തരാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഈ ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ആദ്യത്തെ വേർഷനിൽ നമുക്ക് ഇത്ര സ്പീഡിലല്ലായിരുന്നു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.